ഇത് അംബിക വേണു, പത്തനംതിട്ട നഗരസഭ 9ാം വാർഡായ കുമ്പഴ ഈസ്റ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. 3ാം തവണയാണ് മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ 2 തവണയും ജയിച്ചു കയറി. നിലവിലെ സിറ്റിംഗ് കൗൺസിലറാണ്. കയ്യിൽ ഫയൽ മുറുക്കിപ്പിടിച്ചാണ് അംബിക ചേച്ചിയുടെ പ്രചരണം. 10 വർഷം മുമ്പാണ് കൗൺസിലറായി എത്തിയത്. അന്നു മുതൽ കയ്യിൽ ഈ ഫയലുകളുണ്ട്. ബാക്കി സ്ഥാനാർത്ഥി തന്നെ പറയും. എൻ്റെ ലെറ്റർ പാഡുകൾ, അത്യാവശ്യം ഫോമുകൾ, ഇതൊക്കെ എൻ്റെ കൈവശം ഉണ്ടാവും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട്. കാരണം ആളുകളെ എന്നെ തിരക്കി വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസിലായിട്ട് അലയരുത്. അവരെപ്പം വിളിക്കുമ്പോൾ ഞാൻ ഒന്നുകിൽ സ്ഥലത്ത് വഴി റോഡ് സൈഡിലാണെങ്കിലും അപ്പം വിളിക്കുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ കൊണ്ടു കൊടുക്കത്തക്ക രീതിയിലാണ് ഈ ഒരു കരുതലുമായിട്ട് നടക്കുന്നത്. എഴുതിയും കൊടുക്കും. ലെറ്റർ പാഡ് എപ്പോഴും ഞാൻ ബുക്കായിട്ട് കൊണ്ട് നടക്കാറില്ല. 5-6 ലീഫ് എപ്പോഴും ലീഫായിട്ട് തന്നെ എൻ്റെ ഇതിനകത്ത് ഫയലിനകത്ത് ഉണ്ടാകും. എൻ്റെ വാർഡിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ ആളുകളുമുണ്ട്. LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഒക്കെ ആളുകളുണ്ട്. എന്നിരുന്നാൽ പോലും എന്നെ അവരെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ട്, ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയക്കാരിയായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഒരു ജയിപ്പിക്കാനുള്ള തികഞ്ഞ ആത്മവിശ്വാസം തന്നെ എനിക്കുണ്ട്. അംബിക ചേച്ചി പറഞ്ഞത് വോട്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു. മുനിസിപ്പാലിറ്റിയിലെ ഏത് പേപ്പറുകളും മെമ്പറുടെ കയ്യിലുണ്ടാവും. എപ്പോഴും ഈ വാർഡിലുണ്ടാവും. ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവും. ജനങ്ങൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതെല്ലാം എഴുതി വെച്ചത് എടുത്തൊക്കെ. ഇവിടെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട്. സൂര്യൻ ഉദിച്ച പോലെ എപ്പോഴും ഈ വാർഡിലുണ്ട്. വീട്ടിൽ പോലും കാണത്തില്ല. ഇവിടെ എപ്പോഴും രാവിലെ വന്നാൽ വൈകിട്ടേ പോകത്തുള്ളൂ. മുനിസിപ്പാലിറ്റി മീറ്റിങ്ങിനും കാര്യത്തിനൊക്കെ അത്രയേ ഉള്ളൂ. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞങ്ങളുടെ മെമ്പറാണ് അംബിക ചേച്ചി. ഞങ്ങളിൽ ഒരാളായിട്ടാണ് ചേച്ചി നിൽക്കുന്നത്. ഞങ്ങളുടെ ഏതൊരാവശ്യത്തിനും, രാത്രി എന്നില്ല പകലെന്നില്ല, ഏതൊരാവശ്യത്തിനും ചേച്ചിയെ വിളിച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും വേണേലും കിട്ടും. ഒരു മരണമൊക്കെ നടന്നാലും ഞങ്ങളിൽ ഒരാളായിട്ടാണ്, ആ വീട്ടിലൊരാളായിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം വാർഡിൽ 3ാം അംഗത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഈ സ്ഥാനാർത്ഥിക്ക്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ മികവിൽ തന്നെയാണ്. ഫയലും മുറുക്കിപ്പിടിച്ച് ചേച്ചി പ്രചരണം തുടരുകയാണ്.